ടെലിവിഷൻ ചർച്ചയ്ക്കിടെ നടത്തിയ വിവാദ പരാമർശത്തിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി. ഈരാറ്റുപേട്ട പോലീസ് എടുത്ത കേസിലാണ് PC ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ് കൂടി ചേരുന്നു. അഡ്വക്കേറ്റ് രാജേഷ്, PC ജോർജിന് തിരിച്ചടി. ഇന്നിപ്പോൾ ഹൈക്കോടതി എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് ഈ കേസിൽ നടത്തിയത്? ഇതിനെ പ്രധാനമായും കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ ഹൈക്കോടതി പറഞ്ഞു, മതവിദ്വേഷ പരാമർശം നടത്തി സമൂഹത്തിലെ മലീമസമാക്കേണ്ട ഒരു രീതി ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല. ഇത്തരത്തിലുള്ള വാചകങ്ങൾ പോലും സമൂഹത്തെ ഒരുപാട് സ്പർദ്ധയുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് ഹൈക്കോടതി ഒരുപക്ഷെ PC ജോർജിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞപ്പോൾ പോലും ഹൈക്കോടതി ഇത് അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ന് വളരെ വ്യക്തമായിട്ട് ഈ പൂർണ്ണമായ വാദം കേട്ട് ഹൈക്കോടതി വ്യക്തമായിട്ട് പറയുകയാണ്, ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. ഈ പരാമർശം സമൂഹത്തിന് മോശമായ ഒരു പ്രവണത ഉണ്ടാക്കുകയാണ്. സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ പറ്റുന്ന ഒരു പരാമർശമാണ് ഈ വീഡിയോയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച ശേഷമാണ് ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഇനി PC ജോർജിന് വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ PC ജോർജ് അറസ്റ്റ് നേരിടേണ്ടി വരും. അറസ്റ്റ് നേരിട്ട ശേഷം PC ജോർജിന് വിചാരണ കോടതിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാം. എങ്കിലും ഹൈക്കോടതി ഇപ്പോൾ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ കാരണം, അതായത് മതസ്പർദ്ധ വളർത്തുന്ന പരാമർശം ആരും പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും നടത്താൻ പാടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്.